നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബിഗ് ബോസിലെ താരം ജിൻഡോയുടെ ഭവനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പം ക്യാപ്റ്റനായിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസി? നല്ലതായിരിക്കുമോ? ഇത്ര നാളിൽ നിന്നൊക്കെ കണ്ട് കുറച്ചൊക്കെ പഠിച്ചല്ലോ. അപ്പൊ അതുകൊണ്ടൊന്നും വിചാരിക്കാൻ നമുക്ക് പക്വതയുള്ള ആളല്ലേ, കാരണം ജീവിതം ഒത്തിരി കണ്ട ആളാണ്. പക്ഷേ ഈ ഒരു ഗെയിമറായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാരോട് ചൂടാകണമെങ്കിൽ ചൂടാകേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമല്ലാതെ ബേസിക്കായിട്ടുള്ള സ്വഭാവം അതല്ല. അതിപ്പോ അവന്റെ ബക്കറ്റിൽ കയറി അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ കയറി വിളിക്കുന്ന ആരും ചുമ്മാ ഇരിക്കില്ലല്ലോ. അന്ന് തന്നെ അതാണ് സംഭവിച്ചത്. അന്നൊരു വടംവലി ഉണ്ടായിരുന്നു. അപ്പോൾ വടംവലിയിൽ ജിൻഡോയെ അവരുടെ കൂടെ നിർത്തി ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാനായിട്ട് തോളത്തോടെ കൈയൊക്കെ ഇട്ട് ഇരിക്കുകയായിരുന്നു. അവിടെ മൊത്തം ഗ്രൂപ്പിനെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജിൻഡോയോട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ജിൻഡോ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയി അവരെ ജയിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് അവരെല്ലാം കൂടി ജിൻഡോ ഈ പ്രാവശ്യം ക്യാപ്റ്റനാക്കി. ഇതിനെക്കാട്ടിൽ വലിയ ബുദ്ധിപൂർവ്വം കളിക്കുന്ന ആരാണ് ശരിയായിട്ടുള്ളത്? അതേസമയം ഗ്രൂപ്പായിട്ടാണ് പോയിരുന്നെങ്കിൽ ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം ആ ഗ്രൂപ്പിലല്ലാത്ത ബിഗ് ബോസിൽ വർക്ക് ചെയ്യണ ആരായിരുന്നെങ്കിലും ജിൻഡോ ചെയ്യണതിൻ്റെ ഒരു 100 പണി ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. അത് കണ്ടില്ലേ, വേസ്റ്റ് എല്ലാം കൂടെ വാരി ഇട്ടിട്ട് തൂക്കുക എന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നി. അതൊക്കെ വിഷമം തോന്നി. കാര്യം അതൊരു കളിയുടെ ഭാഗമൊക്കെ ആയിരിക്കും, എന്നാലും ഞങ്ങൾക്ക് കാണുന്ന വിഷമം. അല്ല, ഇത് ഏറ്റവും വലിയൊരു മനസ്സെന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത്, അച്ഛൻ എപ്പോഴും പറയുന്നു ഇവർ ശത്രുക്കളായിരിക്കുന്നു പറയുമ്പോഴും പറയും അത് കളിയുടെ ഒരു ഭാഗമല്ലേ. മുട്ടത്തോട് വലിച്ചെറിഞ്ഞതിനെ കുറിച്ച് പറയുമ്പോഴും പറയും ഇതൊരു കളിയുടെ ഭാഗമല്ലേ. ഇതാണ് ഒരു നല്ല മനസ്സിന്, അല്ലാതെ അവരോടൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഇല്ല. എന്നിട്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇവരെല്ലാം പുറത്തിറങ്ങുമ്പോൾ ഇവരെല്ലാം കാണണമെന്ന് ആഗ്രഹിക്കാറില്ലേ? അങ്ങനെ ആഗ്രഹിക്കണം എന്നൊരു മനസ്സിലുണ്ട്. ഇവരെല്ലാം ഒന്നായിട്ടേ വരുള്ളൂ. ഇപ്പോഴത്തെ ഈ മത്സരം, ഈ കഴിഞ്ഞ ബിഗ് ബോസുകൾ നമുക്ക് കാണുമ്പോൾ അറിയാം. തീർച്ചയായിട്ടും അവരെല്ലാം പുറത്തിറങ്ങി വന്നപ്പോൾ അവരെല്ലാം വലിയ സുഹൃത്തുക്കളായി. മാസത്തിലൊരിക്കൽ അവിടെ കാണുന്നു, ഇവിടെ കൂടുന്നു, അതിന്റെ വീഡിയോസ് ഇടുന്നു, അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ പുറത്തു വരുമെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കാം. അമ്മ ഇനി പറഞ്ഞാട്ടെ, മോനെ കുറിച്ച് പറഞ്ഞാട്ടെ. നല്ല മോനെ. അവൻ കഴിഞ്ഞ കൊല്ലം ബിഗ് ബോസിൽ ഇറങ്ങണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. അപ്പൊ അവന് സാധിച്ചില്ല. അപ്പൊ ഈ കൊല്ലം ഇങ്ങനെ ഇറങ്ങണമെന്ന് ആഗ്രഹം പറഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ നല്ല കാര്യമെന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങാൻ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെയേറെ സന്തോഷമായി. മോൻ പോയി കളിച്ചു പോവാ, ജയിച്ചോളും. അമ്മയും അപ്പനും എല്ലാവരും മോന് വേണ്ടി സഹോദരങ്ങളൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന മോൻ്റെ കൂടെ ഉണ്ടാവും, മോൻ വിജയിക്കും എന്ന് പറഞ്ഞു സന്തോഷത്തോടെ വിട്ടു. ആരോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെ എന്നെ ബിഗ് ബോസിലേക്ക് എടുത്തു എന്ന് പറഞ്ഞത് ആരോടാ? ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും കൂടി ഇരിക്കുമ്പോൾ വന്ന് പറഞ്ഞു. കണ്ടപ്പോൾ സന്തോഷം തോന്നി. വളരെയേറെ സന്തോഷം തോന്നി. ഇത് ലോകം എല്ലാം കാണുന്ന ഒരു കാര്യമാണ്. വളരെയേറെ സന്തോഷം തോന്നി ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയപ്പോൾ. നേരത്തെ ഉണ്ടായിരുന്ന രജിത് സാറുമായിട്ട് നല്ല സുഹൃത്തായിരുന്നു. അപ്പൊ രജിത് സാറിനോട് പണ്ടേ പറയാൻ, സാറേ എനിക്ക് എന്തെങ്കിലും പോകണം എന്ന് പറയാറുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഏതായാലും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കുകയും അത് ദൈവം അത് കൊടുക്കുകയും ചെയ്തു. ഇനി അടുത്തത് ഈ ട്രോഫി നേടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അല്ലേ? അത് അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. അല്ലേ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗുരുത്വമുള്ള മകനാണ്. ആ ഗുരുത്വം, അമ്മയോടുള്ള സ്നേഹം എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു മകന് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായിട്ടും ആ മകന് കിട്ടും. അതാണ് ലോകത്തിലെ നിയമം. അങ്ങനെയാണ്. അത്രയ്ക്ക് കാര്യമായിട്ട് കൊണ്ടുവരുന്നവൻ. എനിക്ക് പശുക്കേട് വന്ന ആസ്പത്രിയിൽ നിന്ന് അമർത്തിയിൽ നിന്ന് പോകുന്ന വഴി എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട കേട്ടോ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അമ്മ പേടിക്കണ്ട. അമ്മയ്ക്ക് രോഗം വന്നേരും അസുഖം വന്നേരും അമ്മ ഒരിക്കലും വിഷമിക്കരുത്. ഞാൻ എൻ്റെ തൊണ്ടയിലൊക്കെ ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയാലും അമ്മേനെ ഞാൻ രക്ഷപ്പെട്ടു. അത് എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ സങ്കടപ്പെട്ടപ്പോൾ ഒരിക്കലും വിഷമിക്കണ്ട, ഞങ്ങൾ അമ്മേനെ പൊന്നു വരെ നോക്കില്ലേ. ജിൻഡോയോട് പൂജ എന്ന് പറയുന്നുണ്ടായിരുന്നു, ജിമ്മെല്ലാം പൂട്ടി. അങ്ങനെ പറഞ്ഞോട്ടെ, പറഞ്ഞാലും കൂട്ടുന്നില്ലല്ലോ. അല്ല, അന്നേരം പുള്ളി പറഞ്ഞൊന്നും അറിയാമോ? ഒരു ജിം പോയാൽ ഞാൻ 10 ജിം ഉണ്ടാക്കും. ആളെന്ന് പറഞ്ഞാൽ ഈ ജിമ്മ് ഇപ്പൊ ഞങ്ങൾ അറിയാണ്ട് തന്നെ എവിടെയൊക്കെ ജിമ്മുണ്ടോ ഇപ്പൊ ഞങ്ങൾക്ക് സംശയം. മനസ്സിലായോ? ജിമ്മെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു പ്രത്യേക സ്റ്റൈലാണ്. പുള്ളിയുടെ ഒരു ചെറുപ്പം തൊട്ടേ ആളിങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന് കരാട്ടൊക്കെ പഠിപ്പിച്ച് ഇവിടെ ക്ലാസ്സൊക്കെ എടുത്ത് മാഷായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജിമ്മിനകത്തേക്ക് പോയപ്പോ ഇച്ചിരി ക്ഷീണിച്ചോ? ക്ഷീണിച്ചിട്ടുണ്ട്. മുഖമൊക്കെ വാടി, മുടിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി, മുഖമൊക്കെ വാടി. കാരണം ഇവിടെ വെള്ളി നടക്കുമ്പോൾ ശരിക്കും ഫുഡ് കഴിക്കുന്ന ആളാണ്. എക്സസൈസും ചെയ്യും, അധ്വാനിക്കുകയും ചെയ്യും. ചെറുപ്പം മുതലേ കുടുംബം നോക്കാനും അധ്വാനിക്കാനും സഹോദരങ്ങളെ ആയാലും
സഹായിക്കാനും എല്ലാത്തിനും പെങ്ങളെ ആയാലും കെട്ടിക്കാനും പഠിപ്പിക്കാനും എല്ലാത്തിനും അവൻ നല്ലൊരു മോനാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടൊക്കെ ഉണ്ട് കുടുംബത്തിന് വേണ്ടി. ജാസ്മിൻ ഗബ്രി അവരുടെ പ്രണയമൊക്കെ കാണാറുണ്ടോ? എല്ലാം കാണാറുണ്ട്. കഴിഞ്ഞ അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ 12 മണി ഇത് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ അതോ അവർ തമ്മിൽ? അതിപ്പോൾ അവിടെ ഗെയിം കളിക്കുന്നതായിരിക്കുള്ളൂ, അങ്ങനെ പ്രതീക്ഷിക്കാം. അതെ, അങ്ങനെയാണെന്ന് കരുതുന്നു. ചിലപ്പോൾ അവരിപ്പോൾ ഇച്ചിരി ഓവറാവണ്ടെങ്കിൽ അത് അവരറിയണില്ലല്ലോ, മനസ്സിലാക്കുന്നില്ലല്ലോ. എങ്കിലും കുഴപ്പമില്ല. അപ്പം അവരിത് ഗെയിമായിട്ട് പുറത്തെ ആൾക്കാർ കാണുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ കളിക്കണേ. വേറെ രീതിയിൽ കാണണമെന്നുള്ളത് അവരറിയണില്ലല്ലോ. പലരും പല വിധത്തിലാണല്ലോ കാണണേ. അല്ല, എല്ലാവർക്കും നെഗറ്റീവ് പറയാനാണല്ലോ ഇപ്പൊ അവര് ഒരു ഗെയിമായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാലും അതിനകത്തൊരു നെഗറ്റീവ് ഉണ്ടോ എന്ന് നോക്കാനാണല്ലോ എല്ലാവരും. അതത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണല്ലോ. ഇന്ത്യയുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ടോ? സുഹൃത്തുക്കളൊക്കെ അപ്പച്ചനെ കാണിക്കാലത്ത് കാണുമ്പോഴൊക്കെ സംസാരിക്കും. പിന്നെ ആർക്കും അതിനോട് സ്നേഹക്കുറവില്ല, എല്ലാ ആൾക്കാർക്കും വലിയ ഇഷ്ടമാണ്. ഞാനിവിടെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുമ്പോഴൊക്കെ എല്ലാവരും പോണവരൊക്കെ ചോദിക്കും. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ആൾക്കാരെ വോട്ട് ചെയ്യാതിരിക്കില്ലല്ലോ. ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്, കണ്ടായിരുന്നു. അത് ഇവിടുത്തെ പഞ്ചായത്തിലെ അവർ വെച്ച അഭിനമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് എല്ലാവർക്കും. കാരണം പുള്ളിയുടെ ഈ ബിഗ് ബോസിലുള്ള സ്വഭാവമേ അല്ല പുറത്ത്, അല്ലേ? ഡിഫറെന്റ് ആണ്. അതെല്ലാവരോടും നല്ലതാണ്, സമാധാനം. ഇവിടെ പുള്ളി എല്ലാവരും ലോഹ്യമാണ്. പക്ഷെ റാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും 1-2 റാങ്ക് കൊടുത്തത്, എല്ലാവരും മറ്റേ 5-6 റാങ്ക് ഒക്കെ കൊടുക്കാനിരിക്കുമ്പോ എന്നെ കൊടുക്കുന്നത് എല്ലാവർക്കും 1 അല്ലെങ്കിൽ 2 ഈ റാങ്കുകൾ. ലാലേട്ടൻ തന്നെ ചോദിക്കുന്ന അവസാനം ജിന്റെ എല്ലാവർക്കും എന്താ 1-2 കൊടുക്കുന്നത്? അത് നല്ല ഗെയിമറാണ് സാറേ പറയും, അല്ലേ? നല്ല കളിക്കാരവര് എന്ന് പറയും. അല്ല, അതൊരു നല്ല മനസ്സാണ്. എല്ലാവരും അവിടെ കപ്പടിക്കണമെന്നോർത്തല്ല പോയേക്കണേ മത്സരിക്കാൻ. അപ്പൊ ആരെങ്കിലും മുന്നേ കയറി വരുന്ന ആളെ എങ്ങനെയെങ്കിലും താത്തി അല്ലല്ലേ മറ്റവർക്ക് കരകയറി പോരാൻ പറ്റുള്ളൂ. അതിപ്പോ ഏത് മത്സരത്തിനും അങ്ങനെയല്ലേ ഉണ്ടാവും. എല്ലാരും കൂടെ കൂടി ശത്രുത അങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോ ഒരു വിഷമം തോന്നും. പിന്നെ ഇതൊരു ഗെയിം കളിക്കുന്ന അവൻ പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം. അപ്പൊ എല്ലാവർക്കും പിന്നെ അങ്ങോട്ട് കൊടുക്കാം, പുറത്താക്കാൻ പറ്റുമെന്ന് നോക്കാന്ന് കരുതി ചെയ്യും. നോമിനേഷന് വരികയും എന്നിട്ട് 7-ാം ദിവസം ഇതിന്റെ റിസൾട്ട് അറിയുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ഉണ്ടല്ലേ? എത്ര വോട്ട് കിട്ടിയാലും ശനിയാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ എനിക്കൊരു മനസ്സിലൊരു വിഷമം തോന്നും. എങ്ങനെയാവോ. പിന്നെ തിങ്കളാഴ്ച കഴിയണവര് തിങ്കളാഴ്ച കഴിയുന്നത് വരെ ഒരു വിഷമമാണ് മനസ്സിൽ. നോമിനേഷനിൽ ഉണ്ടാവുമോ, എങ്ങനെയാ പുറത്താക്കോ, ഒരു വിഷമമൊക്കെ മനസ്സിലുണ്ടാവും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അവിടെ ഉണ്ടാകുന്ന വഴക്കുകൾക്കകത്തൊക്കെ എല്ലാവരും കൂടി ജിൻഡയെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാലോ. ഒട്ടാക്കണം എന്നുള്ളൊരു പേരിലാണ് അവിടെ ഉള്ളവര് കുറച്ച് ഗ്രൂപ്പ് കളിക്കുന്നത്. അതെ, അതിപ്പോ ബിഗ് ബോസ് കണ്ട് മനസ്സിലാക്കാന്നുള്ളൊരു കേസാണ്. അതെ, നമ്മൾ പറയണത് ബിഗ് ബോസ് കളി കാണുന്നവർക്ക് മനസ്സിലാകും എന്താ കാരണം അല്ലേ? അതെ, മാങ്ങയുള്ള മാവയിലെ കല്ലെറിയെന്ന് പറയുന്നത് പോലെ എല്ലാരും അങ്ങോട്ട് കല്ലെറിയുകയാണ് മാങ്ങയുള്ളത് കൊണ്ട് തന്നെ. വിജയ് വിന്നറായി വരുമെന്ന് തന്നെയാണ് അച്ഛൻ വിചാരിക്കുന്നത്. എവിടെ പോയാലാവും വിജയിച്ചു വന്നിട്ടുള്ളൂ, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം വിജയമാക്കി വന്നവനാണ്. അപ്പൊ ഈ കാര്യത്തിൽ അവൻ പരാജയപ്പെടില്ല എന്ന ഉത്തമ വിശ്വാസമാണ്. പരാജയപ്പെടില്ല, നല്ല ഉറപ്പാണ്. ഗബ്രിയുമായിട്ടുണ്ടായിരുന്ന വഴക്കിനകത്ത് ലാലേട്ടൻ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ മനസ്സിന് വിഷമം തോന്നിയോ? ഭയങ്കര വിഷമം തോന്നി. പുറത്ത് പോയി തോന്നി അല്ലേ? പുറത്ത് പോയിന്ന് തോന്നി. പുറത്താക്കണോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണല്ലോ. അമ്മയ്ക്ക് എന്ത് തോന്നി? എനിക്ക് ആക്ക് ദേഷ്യം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഇല്ല, കാരണം അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് വന്ന് നടത്തുന്നത്. അങ്ങനെ ദേഷ്യം ഉണ്ടാവില്ല. പിന്നെ ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ച കിട്ടില്ല. ഈ ചെറുപ്പകാലത്ത് ഈ ബിസിനസ്സിലേക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എടാ നീ ഇന്നൊന്നും പോകണ്ട എന്നൊന്നും പറഞ്ഞ് വിലക്കത്തില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് വിലക്കാറില്ല. കാരണം നമ്മൾ അത്ര സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അല്ല, അവന്റെ സാമർഥ്യം അവന് ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിജയിച്ചു വരുന്നത് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അപ്പൻ്റെ കൂട്ടുകാരന്മാരും പറയും നിന്റെ മോൻ അപ്പനെ പോലെ തന്നെയാണല്ലോ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഒരു പണി വിറ്റാലും അത് വേണ്ടെന്ന് പറയാറില്ല. ഈ ടൈലിന്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 സ്റ്റേറ്റിൽ വരും 30-40 പണിക്കാരുണ്ടായിരുന്നു. ശരി. അപ്പൊ എല്ലാം കൂടി ആൾക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്ത കാരണം അത് വേണ്ടെന്ന് വെച്ചാൽ ഈ ജിമ്മിന്റെ കൂടെ കൊണ്ടുപോകും. അതുപോലെ വർക്കും ഉണ്ടായിരുന്നു. വർക്കും ഉണ്ടായിരുന്നു. ശരി. 9 സൈറ്റിൽ ഒരുമിച്ച് പണിയണമെങ്കിൽ ഒരു 40-45 പേര് വേണം. പക്ഷെ ശരിയായിട്ടുള്ള പാഷൻ ഇത് തന്നെയായിരുന്നു. ആ പാഷനിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറെ സിനിമയൊക്കെ കിട്ടുമെന്ന്
അച്ഛൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആരും എൻ്റെ മോനെ പറ്റി ഒരു തെറ്റ് പറയില്ല. പിന്നെ ഈ തെറ്റ് പറയുന്നവരുണ്ട്, അസൂയ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ കുറ്റങ്ങളും പറയും. അത് ഏത് ബിസിനസ് ആയാലും, അതിലിപ്പോൾ മന്ത്രിമാരായാലും കുറച്ച് പേർക്ക് എതിർപ്പുണ്ടാവും. എത്ര നന്നായിട്ട് ചെയ്താലും. അതാണ് ജീവിതം. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്ന് ചർച്ചയായത്, ജനിപ്പിച്ച അച്ഛനായാലും പ്രേമിച്ച പെണ്ണായാലും ചതിച്ചു കഴിഞ്ഞാൽ തട്ടിക്കളയണം, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വന്നിരുന്നു. അന്നേരം അത് ചെവിക്ക് പിടിക്കണം തോന്നിയോ? എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? കാണാലോ. ഇന്ത്യയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സെക്ഷൽ ഫ്ലക്ച്വേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ചിലവർ മണ്ടനാന്നൊക്കെ പറഞ്ഞവർക്ക് ഇപ്പൊ അവർക്കിപ്പോ അവരപ്പോ മണ്ടനായേക്കണേ. ഒരിക്കലും മണ്ടനാവില്ല. ജിൻഡോ ഒരു മണ്ടനാന്ന് ആരും പറയില്ല. ഇത്ര കാട്ടിക്കുട്ടിക്ക് അവൻ കൊണ്ടു നടക്കുന്ന ഒരു ബിസിനസ്സാണ്. ആ ഒരു മണ്ടനായിട്ട് അവൻ അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. മദ്രസേഷി അവാർഡ് വരും കിട്ടിയിട്ടുണ്ട്. ഇതാരും പുള്ളിക്ക് കൈ പിടിച്ചു കൊടുത്തതല്ല, പുള്ളി തന്നെ സ്വയം നേടിയെടുത്തതാണ് ഇതെല്ലാം. ഒത്തിരി കൊമ്പന്മാരുമായിട്ട് പെട്രോമാനും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ, ശ്രീധർ സാറിന്റെ ഒക്കെ കൂടെ ഉള്ള ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം, എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമാണ് മോനെ. പക്ഷെ ഇതൊക്കെ സ്വയം ഉണ്ടാക്കിയിട്ടും ആ അഹങ്കാരം ഒട്ടും ഇല്ല. ശരിയായിട്ടും ചിലര് ഇതെല്ലാം വെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ ഞാൻ എന്തോ ആണ് എന്നൊരു ഭാവമൊക്കെ. അല്ല, നമ്മൾക്ക് ഒരുപാട് നിരാശയിൽ ജീവിച്ചിട്ട് ഒരു പ്രായത്തിലൊന്ന് കരകയറി തുടങ്ങിയെന്ന് പറഞ്ഞ് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരം നമ്മളെ നശിപ്പിക്കുള്ളൂ, നന്നാക്കില്ല. ഇന്നിപ്പോ കരകയറിയുന്നേരി നാളെ എങ്ങനെയാ ഒന്ന് പറയാൻ പറ്റുമോ? അപ്പം നമ്മളാ കഴിഞ്ഞു പോയ ജീവിതവും മറന്നു കളയാൻ പാടില്ല. തീർച്ചയായിട്ടും അത് നിങ്ങളിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ കൊണ്ടാണ് തന്നെയാണ് നിങ്ങളുടെ എളിമയും. ഇപ്പോഴും അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കും ജോലി, മക്കളുണ്ട്. അവർ എത്ര ചോദിച്ചാലും അവർക്ക് എല്ലാ മാസവും ഇത്ര വേണമെന്ന് പറഞ്ഞാൽ അവർ അയച്ചു തരും. എന്നാലും ജോലിക്കൊക്കെ പോയി ഇപ്പോഴും ജീവിക്കാനുള്ള ഒരു മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൽ തന്നെയാണ് ജിൻഡോയ്ക്കും കിട്ടിയിട്ടുള്ളത്. അധ്വാനിക്കാനും അല്ലേ, അഹങ്കരിക്കാതിരിക്കാനുള്ള. അപ്പം ഞാൻ പറയും വല്ല പണിക്ക് വിളിച്ചാലും ഇങ്ങനെ വിളിച്ചാലും പോവുക. അപ്പം ഞാൻ പറയും എൻ്റെ വട്ട ചെലവിനായാലും കുറച്ച് കാര്യങ്ങൾക്കായാലും സ്വന്തം ആവശ്യമായാലും വീടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയാലും നടത്താമല്ലോ. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിലേ നമുക്കൊരു ജീവിതത്തിന് സുഖമുള്ളൂ. അത് അതെ. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ട്? ശരിയായിട്ട് ഈ ജിൻഡോ മോശമായ വാക്കുകൾ ഉച്ചരിച്ചു എന്നുള്ളത് ഞാൻ ചോദിക്കാതിരുന്ന അങ്ങനെ ആൾക്കാർ ധരിപ്പിച്ചു വെച്ചിരുന്നു. കാരണം പുള്ളിയെ പ്രൊവോക്ക് ചെയ്യുകയും പുള്ളിയുടെ ഒക്കെ ദേഷ്യം പിടിപ്പിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും വായിന്ന് വരികയും ചെയ്യുമ്പോൾ അതിനെ ആൾക്കാർ നല്ല മോശമായ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ജനങ്ങളോട് എന്തെങ്കിലും പറയാറുണ്ടോ അതിനെ സംബന്ധിച്ച്? അങ്ങനെ എന്തെങ്കിലും മോശമായ വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കാമല്ലോ അവർ. ആ സമയത്തെ അവസ്ഥയിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രേക്ഷകരും ക്ഷമിക്കാം. എല്ലാ പ്രേക്ഷകരും അവന് വേണ്ടി വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. ഏതായാലും ട്രോഫി കൊണ്ടുവന്നാൽ പോലും അഹങ്കാരം ഒരു ശകലം പോലും നിൽക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അഹങ്കാരം ഉണ്ടാവില്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം കിട്ടുന്നവര് ഏത് രീതിയിലാണ് അഹങ്കാരിക്കാൻ പാടില്ല. മനുഷ്യന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു സുപ്രായത്തിൽ ചിലപ്പോൾ മെച്ചപ്പെടും, ഒരു സുപ്രായത്തിൽ ചിലപ്പോൾ താണു വരും. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പള്ളിയിൽ പോകാറുണ്ട്. ഇപ്പം ഇവിടെ ആയിരുന്നപ്പോൾ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരം പള്ളിയിൽ പോകും, അല്ല ഞായറാഴ്ചയും പോകാറുണ്ട്. ഇപ്പം എല്ലാ ആഴ്ചയിലും ഇവിടെ ഇല്ല. അപ്പം അവിടെ എടപ്പള്ളി പള്ളിയിൽ അങ്ങനെയൊക്കെയുള്ള പള്ളികളിലൊക്കെ പോകും. ഇവിടെ ശരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മലയാറ്റൂർ പള്ളിയുണ്ട്. ആലടി ശ്രീശങ്കരന്റെ ജന്മനാടാണ്. അങ്ങനെ പുണ്യഭൂമിയാണ്. ഈ ഭൂമി തന്നെയാണ് ഈ നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മകനെ കിട്ടി. ബോസിന്റെ കിരീടം നേടാൻ യോഗ്യനാണ് അദ്ദേഹം. അത് നേടട്ടെ. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.